നമസ്തേ. ഞാൻ ഇവിടെ 2022-23 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് ഓഫീഷ്യൽ ICSE ക്ലാസ്. A mechanism where one class acquires properties of another class. നമ്മൾ അതിന് പറയുന്നത് ഇൻഹെറിറ്റൻസ്. ആ ഫീച്ചറിന് പറയുന്നത് ഇൻഹെറിറ്റൻസ്. Inheritance in an OOPS. OOPS എന്ന് പറഞ്ഞാൽ Object Oriented Programming property in which a child class acquires the properties and functions of another class. നമ്മൾ ഇതിനെ ചൈൽഡ് എന്ന് വിളിക്കുമ്പോൾ മറ്റതിനെ പേരന്റ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ പേരന്റിനെ ബേസ് എന്ന് വിളിക്കും. ചൈൽഡ് ക്ലാസ്സിനെ ഡെറൈവ്ഡ് ക്ലാസ് എന്ന് വിളിക്കും, പേരന്റ് ബേസ് എന്ന് വിളിക്കും. ക്ലിയർ ആണ്? ഒരു MCQ. അടുത്ത ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ the type of operator and that. ഇത് ടെറിനറിയില് നമ്മൾ ക്വസ്റ്റ്യൻ മാർക്കും കോളനോ, ഇപ്പൊ ടെറിനറി അല്ല. യൂണറി എന്ന് പറഞ്ഞാൽ ഒരു വേരിയബിളെ കാണുള്ളൂ, അപ്പൊ ഒരു വേരിയബിളും അല്ല. ഇത് നമ്മള് റിലേഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലേഷണൽ എന്ന് പറഞ്ഞത് ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ ഒക്കെ. ഇപ്പൊ ലോജിക്കൽ ആണ് ആൻസർ. ആൻസർ ലോജിക്കൽ. നമുക്ക് നോക്കാം, അത് ആൻസർ ലോജിക്കൽ. ആൻഡ് എക്സ്ക്ലമേറ്ററി ആർ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. അതായത് ആൻഡും ഓറും, ആ ഓറ് നമ്മൾ ഐ പോലെ അല്ല, അത് രണ്ട് വെർട്ടിക്കൽ ലൈന, ഇടയ്ക്കൊരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. ആ ഓപ്പറേറ്റർ അത് കീബോർഡില് ആ ബാക്ക് സ്പേസിന് താഴെ സ്ലാഷിനെ ഷിഫ്റ്റ് ചെയ്താൽ കിട്ടും. ലോജിക്കൽ എക്സ്ക്ലമേറ്ററി മാർക്ക് നോട്ടായിട്ട് വായിക്കും, രണ്ട് ആൻഡിനെ ആൻഡായിട്ടും വായിക്കും. ഒരു ആൻഡ് വേറെ ആയിട്ടോ, ഒരു ആൻഡ് നമ്മള് മെമ്മറി എടുക്കാനായിട്ടാണ്. അപ്പോൾ ഒരാൻഡ് രണ്ടാൻഡ് തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ ആൻഡ് ഓപ്പറേറ്റർ ആണെങ്കിൽ രണ്ട് കണ്ടീഷനും ശരിയായിരിക്കും. ഓറിലാണെങ്കിൽ ഏതെങ്കിലും ഒന്നും. അതാണ് ആൻഡ് ഓപ്പറേറ്ററിന്റെ പ്രത്യേകത. നമ്മൾ ആൻഡ് കണ്ടു. The scanner class method used to access words with space. അപ്പൊ വേർഡ്സ് വിത്ത് സ്പേസ് അക്സെപ്റ്റ് ചെയ്യുന്ന സ്കാനർ ക്ലാസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അത് നെക്സ്റ്റ് ലൈൻ. നെക്സ്റ്റ് ലൈൻ ആണ്. ലൈൻ എന്ന് പറഞ്ഞു അതിനകത്ത് സ്പേസും എടുക്കും. അതാണ് നെക്സ്റ്റ് ലൈൻ. നെക്സ്റ്റ് സ്ട്രിങ് എന്ന് പറഞ്ഞാൽ സ്ട്രിങ് എടുക്കത്തുള്ളൂ, ആ ഇടയ്ക്ക് സ്പേസ് വന്ന് അത് ബ്രേക്കായിട്ട് എടുക്കും. ഇപ്പൊ നെക്സ്റ്റ് ലൈൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. അതാണ് അതിന്റെ സ്കാനർ ക്ലാസ്. അവിടെ ഇന്ത്യ ഈസ് മൈ കൺട്രി എന്ന് കൊടുത്ത മുഴുവനായിട്ട് ഇന്ത്യ സ്പേസ് ഈ സ്പേസ് മൈ സ്പേസ് കൺട്രി, അത് ആ ബ്രേക്ക് ഉൾപ്പെടെയുള്ള എടുത്തോളും. അത് സ്ട്രിങ് ആണെങ്കിൽ സ്പേസ് കഴിയുന്ന എടുക്കില്ല. അതാണ് അവിടുത്തെ ഡിഫറൻസ്. The keyword used to call package in the program. നമ്മൾ ഇമ്പോർട്ട് ആണ് ഉപയോഗിക്കുന്നത്, എക്സ്റ്റൻസീവ് എക്സ്പോർട്ടും പാക്കേജും അല്ല. നമ്മൾ യൂട്ടിലും ഒക്കെ ഇമ്പോർട്ട് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇമ്പോർട്ട് ജാവ യൂട്ട്, അത് തന്നെ എക്സാമ്പിൾ കൊടുത്തു. ഇമ്പോർട്ട് കീവേഡ് കാൾസ് ഓർ ഇമ്പോർട്ട്സ് പാക്കേജിന്. അപ്പോ അത് നമ്മൾ പറഞ്ഞു.
അടുത്തത് ആ സീൽ എന്ന് പറഞ്ഞാല് 15.3 ആണെങ്കിൽ അത് 16. ഇവിടെ നമുക്ക് സംശയം വരുന്നത് 16.0 ആണോ 16 ആണോ എന്നുള്ളത്. ആ സ്ക്വയർ റൂട്ട്, ഓ സോറി, ഞാൻ ആ സ്ക്വയർ റൂട്ട് കണ്ടില്ല. സ്ക്വയർ റൂട്ട് കണ്ടില്ല. 4.0 മാക്സിൽ 15.3 റിട്ടേൺ 16, 16 തരും. അത് നെക്സ്റ്റ് ഹോൾ ഇന്റിജർ ആണ്. ആ സ്ക്വയർ റൂട്ട് എന്നുള്ളത് 4.0. സ്ക്വയർ റൂട്ട് ഓഫ് 16 4.0. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത MCക്ക് നോക്കാം. The absence of which statement leads to fall through situation in which case statement? ബ്രേക്ക് ഇല്ലെങ്കിലാണ്. കണ്ടിന്യൂ ഉണ്ടെങ്കിൽ മോളിൽ പോകും. റിട്ടേൺ എങ്കിൽ ആ ഫംഗ്ഷനിലേക്ക് കൺട്രോൾ വരും. സിസ്റ്റം എക്സിറ്റ് ഉണ്ടെങ്കിൽ പ്രോഗ്രാമിൽ നിന്ന് പുറത്തു പോകും. ആ ബ്രേക്ക് ഇല്ലെങ്കിലാണ് നമ്മൾ ഈ ഫാൾ ത്രൂ എന്ന് പറയുന്ന സിറ്റുവേഷൻ ഉണ്ടാകുന്നത്. The break is a jump statement that terminates the switch case block. In its absence, അതില്ലെങ്കിൽ ഫ്ലോ ഓഫ് കൺട്രോൾ ഫാൾ ത്രൂ, അത് വീഴും. കേസ് ഓഫ് അപ്പൊ അവിടെ നമുക്ക് ബ്രേക്ക് വേണം. ഓരോ കേസിനും ഇടയ്ക്ക് say the type of loop in the given programs. Integer I is equal to 5, I equal to 0, I less than equal to 0 ആയിരിക്കും, I plus equal to 2 ആയിരിക്കും. അപ്പോ അത് നമുക്ക് അതിനകത്ത് ചെറിയ ചില്ലറ ടൈപ്പിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. അപ്പൊ എന്താ ഉദ്ദേശം നമുക്ക് നോക്കാം. I greater than equal to 0, അത് greater than equal to 0. ആ ക്വസ്റ്റ്യൻ ടൈപ്പ് ചെയ്തതിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. അവസാനത്തത് I മൈനസ് ഈക്വൽ ടു 2 ആണ്. അപ്പോ ഡിക്രിമെന്റ് ചെയ്യുക ചെയ്യുന്നത്. അപ്പൊ അത് 5, 3, 1. അത് ക്വസ്റ്റ്യൻ ടൈപ്പ് ചെയ്തതിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ആ ക്വസ്റ്റ്യൻ ശരിക്കും വരേണ്ടത് ആ ചെക്കിംഗ് കണ്ടീഷന്റെ അവിടെ ഗ്രേറ്റർ ദാൻ 0 എന്നാ വരേണ്ടത്. പിന്നെ I മൈനസ് 2 എന്നാ വരേണ്ടത്. അവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോ നമ്മളുടെ ഉത്തരം അത് ഫൈനൈറ്റ് ലൂപ്പാണ്, ഇൻഫൈനൈറ്റ് അല്ല. എന്ന് വെച്ചാൽ ആ 3, 2, 1 അത് പ്രിന്റ് ചെയ്യും. ഇവിടെ എഴുതിയിട്ടുണ്ട് ഫൈനൈറ്റ് ആണ് എഴുതി. I 5 തുടങ്ങി, I മൈനസ് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ 5 3 ആയി, 3 1 ആയി. I ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞാൽ അത് താഴോട്ട് പോയി കഴിഞ്ഞാൽ നിൽക്കും. അപ്പൊ 5 3 1 പ്രിന്റ് ചെയ്ത് അവസാനിക്കും. അതാണ് ലൂപ്പിന്റെ എക്സ്പ്ലനേഷൻ. ഫൈനൈറ്റ്. Write method prototype name check which takes an integer argument returns a character. രണ്ടാമത്തതാണ് അല്ലെ, അത് റിട്ടേൺ ചെയ്യുന്ന എന്താ, ക്യാരക്ടർ. നാലാമത്തത് ഒരു ഇന്റിജർ എടുക്കും, ക്യാരക്ടർ. നാലാമത്തതാണ്. Prototype show that function is returning a character and taking input as. നാലാമത്തതല്ലേ നാലാമത്തതാണ് പച്ച. അടുത്ത 9, നമ്പർ ഓഫ് വാല്യൂസ് that a method can return is only 1. ഒരെണ്ണം റിട്ടേൺ ചെയ്യും. Predict the output of the following snippet. P യുടെ വാല്യൂ 20, Q ന്റെ വാല്യൂ 22. അപ്പോ അത് P യില് 20 എന്നുള്ളത് A യിൽ സ്റ്റോർ ചെയ്തു, 22 എന്നുള്ളത് B യിൽ സ്റ്റോർ ചെയ്തു.
എന്നിട്ട് 20 സ്പേസ് 22 എന്ന് മൂന്നാമത്തതാണ് ആൻസർ. മൂന്നാമത്തതാണ്. 20 22 അത് നമ്മൾ കണ്ടു. അടുത്ത നമുക്ക് നോക്കാം. ഞാൻ ഇടയ്ക്ക് ബ്രേക്കായി പോയി. അടുത്തത് 11 സ്ട്രിംഗ് ക്ലാസ്. അത് ചേരുന്നതിന് പറയുന്നത് കൺകാറ്റിനേറ്റ് എന്നുള്ളൊരു വാക്ക്. കൺകാറ്റിനേറ്റ് എന്നുള്ളതാണ് ആ വാക്ക് ചേർക്കുക. അപ്പൊ കൺകാറ്റ് സ്ട്രിംഗ് ഇങ്ങനെയാണ് അത് കൺകാറ്റിനേറ്റ് ചെയ്യുന്നത്. The string class method to join two classes concat to string. അപ്പൊ അത് string1 dot concat string2 അങ്ങനെയാണെങ്കിൽ ആ രണ്ട് സ്ട്രിങ്ങും കൂടെ നമ്മളിതൊക്കെ പറഞ്ഞതാണ്. കൺകാറ്റിനേഷൻ ആണ് ഇപ്പൊ പറയുന്നത്. കോമ്പോസിഷൻ അത് സബ്സ്ട്രിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 3 മുതൽ 6 വരെ. 6 എന്ന് പറയുമ്പോൾ 5 വരെ എടുക്കുള്ളൂ. 3 എന്ന് പറയുന്നത് പി ആണ്. 4 5 6 എടുക്കത്തില്ല. അപ്പൊ POS ആണ് അല്ലേ? POS അതായത് മൂന്നാമത്തെ ആൻസർ ആണ്. POS ആണ് സബ്സ്ട്രിങ് ഫംഗ്ഷൻ. അതായത് 0 1 2 3 3 എന്ന് പറയുമ്പോൾ POS. 6 എടുക്കത്തില്ല. 3 4 5 5 വരെ റിട്ടേൺസ് ക്യാരക്ടർ ഫ്രം. അപ്പൊ അത് നമ്മൾ പറഞ്ഞു. അടുത്ത എന്താണ്? ഇനിയും ഇന്റിജർ 32.8 ഇതിന് പറയുന്നത് എക്സ്പ്ലിസിറ്റ് എന്നാണ്. നമ്മൾ അവിടെ ഇടപെട്ട് INT എഴുതും. അതിന്റെ പേര് എക്സ്പ്ലിസിറ്റ് എന്നാണ്. പിന്നെ കോഡ് ഒബ്റ്റെയിൻഡ് ആഫ്റ്റർ കമ്പൈലേഷൻ ഈസ് നോൺ ആസ്. ഇത് നമ്മൾ എഴുതുന്നത് സോഴ്സ്, കൺവേർട്ട് ചെയ്യുമ്പോൾ അത് ഓബ്ജക്റ്റ് ആണ്. ഇവിടെ നമുക്ക് ജാവ ബൈറ്റ് കോഡ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അതിന്റെ കൂടെ ചില ലൈബ്രറി ഫയൽസ് ഒക്കെ വേണം. ഒബ്ജക്ട് കോഡ് ഈസ് ദ കോഡ് ദാറ്റ് പ്രൊഡ്യൂസ്ഡ് ആഫ്റ്റർ സോഴ്സ് കോഡ് ഹാസ് ബീൻ കമ്പൈൽഡ്. കമ്പൈൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒബ്ജക്ട് കോഡ്. പിന്നെ അതിന്റെ ലിങ്ക് ഫയൽ എല്ലാം കൂടെ ചേർത്തത് ആസ്കി വാല്യൂസ് അതെല്ലാം കൂടെ ചേർത്തത് ജാവ ബൈറ്റ് കോഡാണ്. ഇവിടെ ഇത് സോഴ്സും കൺവേർട്ട് ചെയ്ത് കഴിയുമ്പോൾ അത് ഒബ്ജക്ട് കോഡും ആവും. മിസ്സിംഗ് എ സെമിക്കോളൻ, വാട്ട് ടൈപ്പ് ഓഫ് എറർ? അത് ലോജിക്കൽ ആണോ? സിന്റാക്സ് എറർ അല്ലേ? സിന്റാക്സ് എറർ. അതായത് സെമിക്കോളൻ അവിടെ വരണം എന്നുള്ളത് സിന്റാക്സ് എറർ. അപ്പൊ നമ്മൾ അത് നോക്കി. അത് കഴിഞ്ഞ് അതിന്റെ താഴെ കൺസിഡർ ദ ഫോളോയിങ്. ഇവിടെ കേസ് 10 കഴിഞ്ഞ് 4 എഴുതാവോ എന്ന് നോക്കൂ. അല്ല, അങ്ങനെ ഒരു പ്രശ്നമില്ല. 10 കഴിഞ്ഞ് 4 എഴുതാം. കൺസിഡർ ദ ഫോളോയിങ് പ്രോഗ്രാം സെഗ്മെന്റ് സെലക്ട് ഔട്ട്പുട്ട്. N 10 ആണെങ്കിൽ
അവിടെ ആ സീറോയുടെ സ്ഥാനത്ത് n ആണ്. അപ്പൊ 10 × 20 അങ്ങനെയാണ് അതിന്റെ ആൻസർ. അത് ഒരു ചെറിയ മിസ്റ്റേക്ക് ആണെന്ന് തോന്നുന്നു. ഒരു ടൈപ്പ് മിസ്റ്റേക്ക്. n = 10 ആണ്. അപ്പോ അത് 20, പിന്നെ അത് 20 പ്രിന്റ് ചെയ്ത് ബ്രേക്ക് ഇല്ലാത്തതുകൊണ്ട് 4ലേക്ക് പോയി. 4ലേക്ക് പോയി. അവിടെ അത് 10 കൊണ്ട് n = 10 ആയതുകൊണ്ട് 10 × 4 എന്നിട്ട് ബ്രേക്ക് അടിക്കുമ്പോൾ പുറത്തു വരും. അപ്പൊ ആദ്യത്തേതാണ് ആൻസർ. അത് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നമ്മളത് കണ്ടു. ആ ബ്രേക്ക് ഉണ്ട്. അപ്പൊ ഡീഫോൾട്ടിലേക്ക് പോകില്ല. ഓക്കെ. അടുത്തത് മെത്തേഡ് വിച്ച് ഡസ് നോട്ട് മോഡിഫൈ ദ വാല്യൂ ഓഫ് വേരിയബിൾ ഇസ് ടേംഡ് ആസ്. അതായത് ഡസ് നോട്ട് മോഡിഫൈ അല്ലേ? അവിടെ നോക്കാം നമുക്ക് എന്താ സംഭവം. പ്യുവർ മെത്തേഡ്. എ മെത്തേഡ് വിച്ച് ഡസ് നോട്ട് മോഡിഫൈ ദ വാല്യൂ, അതിനെ പ്യുവർ മെത്തേഡ് എന്ന് വിളിക്കും. When an object wrapper class is converted to its corresponding primitive data type. When an object of a wrapper class converted to corresponding primitive data type. അത് അൺബോക്സിംഗ് എന്ന് പറയും. തിരിച്ചാണെങ്കിൽ അതിനെ ബോക്സിംഗ് എന്നും പറയും. ഓക്കെ. Unboxing. When an object of a wrapper class is converted to corresponding primitive, അതിന് പറയുന്നത് unboxing. Unboxing. അത് നമ്മൾ നോക്കി. The number of bits occupied by value എന്ന് പറയുന്ന ക്യാരക്ടർ ആണ്. അത് 16 ബിറ്റ്. അതെന്താന്ന് വെച്ചാൽ 2 ബൈറ്റ്. അപ്പൊ 1 ബിറ്റ് അല്ല, 4 ബിറ്റ് അല്ല, 2 ബിറ്റ് അല്ല, 16 ബിറ്റ്. 2 ബൈറ്റ് എന്ന് പറയുന്നത് 16 ബിറ്റ്സ്. മെത്തേഡ് വിച്ച് ഇസ് എ പാർട്ട് ഓഫ് ക്ലാസ് rather than ഇൻസ്റ്റൻസ് ഓഫ് ദ ക്ലാസ്. നമ്മൾ അതിനെ സ്റ്റാറ്റിക് മെത്തേഡ് എന്ന് പറയും. when a Java expression a plus b raised to x. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ a plus b എന്നുള്ളത് ബേസിൽ എഴുതും. എന്നിട്ട് x എന്നുള്ളത് കോമ ഇട്ടിട്ട് എഴുതും. x അല്ലെ? ഇത് പവർ ഓഫ് ആണ്. POW ആണ് എഴുതുന്നത്. അത് എഴുതിയിരിക്കുന്ന കാണാം നമുക്ക്. പവർ, മാത്ത് പവർ a plus b, x ഇങ്ങനെ എഴുതിയാൽ മതി. നമുക്ക് ആ മൾട്ടിപ്ലൈ ചെയ്ത വാല്യൂ അടുത്ത എന്താണ്? മൈനസ് മൈനസ് എക്സ് 4ആണ്. അത് 3 ആയി. അത് അപ്പുറത്ത് വരുമ്പോ 3 തന്നെയാ. 4ആയിരുന്നു 3 ആയി. ഇപ്പുറത്ത് വരുമ്പോ 3 തന്നെയാ. 3 3 6. 6 അത് അപ്പുറത്ത് വരുമ്പോ ഇൻക്രിമെന്റ് ചെയ്തിട്ടാണ് അപ്പുറത്ത് വരുന്നത്. അപ്പൊ എക്സിന്റെ വാല്യൂ 4ആണ്. അപ്പോ 3 ആയി. അത് ഇപ്പുറത്ത് വരുമ്പോൾ 3 ആയി. അത് പ്രിഫിക്സ് ആയപ്പോ 4 ആയി. ഓൾറെഡി എക്സിൽ 4 ഉണ്ട്. അപ്പൊ 3 3 6 6 4 10 10 × 4 4. ഇതിൽ അല്പം ചെയ്യുന്നതാണ്. ശരിക്കും മനസ്സിലാക്കുക, ശരിക്കും നോക്കുക അത് അല്ലെ.
കൺവേർട്ട് ദ ഫോളോയിങ് ഡു വൈൽ ലൂപ്പ്. ഈ ഡു വൈൽ ലൂപ്പ് കൺവേർട്ട് ചെയ്യാം. അപ്പൊ നമ്മള് ഇൻറ്റു ഫോർ ലൂപ്പാണ്. അപ്പൊ ഫോറിൽ നമ്മൾ എന്ത് എഴുതും? എക്സ് ഈസ് ഈക്വൽ ടു മൈനസ്. ചെക്കിംഗ് കണ്ടീഷനിൽ നമ്മൾ എഴുതും ആർ ഗ്രേറ്റർ ദാൻ ഈക്വൽ. ഡിക്രിമെന്റിൽ നമ്മൾ എക്സ് മൈനസ് മൈനസ്. ആ കേർലി ബ്രാക്കറ്റിനുള്ളിൽ ഒരൊറ്റ ലൈൻ ആ സിസ്റ്റം ഔട്ട് പ്രിന്റ്. എക്സ് മൈനസ് മൈനസ് ക്വസ്റ്റ്യൻ ആണ്. എക്സ് ഈസ് ഈക്വൽ ടു 9, എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0, എക്സ് മൈനസ് മൈനസ് സിസ്റ്റം ഔട്ട് പ്രിന്റ് എക്സ് മാത്രം ആ ലൂപ്പിനുള്ളിൽ. ഇത് ഔട്ട്പുട്ട് ഓഫ് ദ ഫോളോയിങ് ക്യാരക്ടേഴ്സ്. അപ്പൊ അത് ക്യാപിറ്റൽ എ ക്യാരക്ടർ ഏതാണോ ടു അപ്പർ കേസ് ഫംഗ്ഷൻ കൺവേർട്സ് ആൻ ആൽഫബറ്റ് ടു അപ്പർ കേസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അത് ഈ ലെറ്റർ ആണെന്നോ ചോദിക്കുന്നത്. അതിന്റെ ഔട്ട്പുട്ട് ട്രൂ ആണ് അല്ലേ? അത് ട്രൂ ആണ്. പക്ഷെ അത് ലെറ്റർ ആയതുകൊണ്ട് അത് ട്രൂ എന്നാ പ്രിന്റ് ചെയ്യുന്നത്. അടുത്തത് എമ്മിന്റെ വാല്യൂ 400. ഇത് ട്രൈനറി ഓപ്പറേറ്ററാ. അത് ഗ്രേറ്റർ ദാൻ 300 ആണ്. ഇപ്പൊ ട്രൂ ആണെങ്കിൽ അതിനെ എമ്മിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പൊ എത്ര കിട്ടും? 40 കിട്ടും. ആൻസർ 40 അല്ലല്ലോ, അങ്ങനെയല്ലല്ലോ. എന്നിട്ട് അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 80. അതായത് if m ഗ്രേറ്റർ ദാൻ 300 ആണോ? ഓ അത് ശരി, അതിന്റെ വാല്യൂ അല്ല പറഞ്ഞു. അത് if else ആക്കാനാ പറഞ്ഞു. ഞാൻ അതിന്റെ വാല്യൂ പറഞ്ഞു പോയി. വാല്യൂ അല്ല ഉദ്ദേശിച്ചു. അപ്പോ ചെക്ക് ചെയ്യുന്നിടത്ത് if m ഗ്രേറ്റർ ദാൻ 300 എന്ന് കൊടുക്കും. അങ്ങനെയാണെങ്കിൽ ആ ട്രൂ പാർട്ട് if കഴിഞ്ഞു വരും, ഫാൾസ് പാർട്ട് എൽസ് കഴിഞ്ഞു വരും. താരതമ്യേന എളുപ്പമാണത്. ആ ട്രൈനറിയെ if else ആക്കുന്നതാണ്. ഞാൻ അതിന്റെ റിസൾട്ട് പറയാൻ പോയി. അങ്ങനെയല്ല, അതാണ് അത് ചെയ്യുന്നത്. ഇത് ഔട്ട്പുട്ട് ഇവിടെ താഴെയാണ് ഔട്ട്പുട്ട് പറയേണ്ടത്. മറ്റത് if else ആക്കാനാണ് പറയുന്നത്. അതിനകത്ത് 3 ഭാഗമുണ്ട്. ട്രൈനറി ഓപ്പറേഷൻ, ക്വസ്റ്റ്യൻ മാർക്ക്, കണ്ടീഷനിൽ എഴുതുക if കഴിഞ്ഞ് തൊട്ട് താഴെ ആ ട്രൂ ആണെങ്കിൽ m ഡിവൈഡ് ബൈ 10 into 2 അത് എഴുതുക. എൽസിൽ ആ m ഡിവൈഡ് ബൈ 20 മൈനസ് 2 അത് എഴുതുക. ഇനി നമുക്ക് 4279 ടീച്ചർ ടി. ഇതിന്റെ ഔട്ട്പുട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ സിസ്റ്റം എന്ന് പറയുന്നത് 9. അത് 9 പ്രിന്റ് ചെയ്യും. എന്നിട്ട് 4279 100 കൊണ്ട് ഹരിക്കുമ്പോൾ 42 കിട്ടും. 42ന്റെ സിസ്റ്റം എന്ന് പറയുന്നത് 2. അപ്പം 9ഉം 2ഉം അത് പ്രിന്റ് ചെയ്യും. പ്രിന്റ് ലൈൻ ആയതുകൊണ്ട് അടുത്തടുത്ത ലൈൻ, നെക്സ്റ്റ് ലൈൻ 9 ദിസ് വൈൽ ലൂപ്പ് ക്യാരീസ് ദ വാല്യൂ n greater than 0 and decrease n every time. അല്ല, 100th in each iteration is print the last digit of the number. അപ്പൊ അത് 9ഉം 2ഉം.
ആ അത് 100 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അതുകൊണ്ട് അല്ലെങ്കിൽ ഓരോന്നോരോന്ന് പ്രിന്റ് ചെയ്ത് തന്നെ ആ 4 അക്കം വന്നത് 2 അക്കം ആയത് 100 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 10 ആയിരുന്നെങ്കിൽ ഓരോന്നോരോന്ന്. അടുത്തത് കമൻസ്മെന്റ്, ലാസ്റ്റ് ഇൻഡെക്സിന്റെ എം. അത് നമ്മൾ എണ്ണി നോക്കുക. 0, 1, 2, 3, 4, 5, 6, 7, 8. ആ എമ്മിന്റെ എം ലാസ്റ്റ് എവിടെയാ വരുന്നത് ചോദിച്ചു. അത് 8 ആണ്. അതായത് നമ്മൾ എണ്ണിയാ മതി ആ എം എവിടെയാ വരുന്നത്. അത് 0 കൊണ്ട് തുടങ്ങുന്ന എണ്ണാലായിരിക്കണം. റിട്ടേൺസ് ഇൻഡെക്സ് ഓഫ് ദി ലാസ്റ്റ് ഒക്കറൻസ് അത് നമ്മൾ കണ്ടു. കമ്പയർ ടു, അതിന്റെ കമ്പാരിസൺ ആ ചോദിക്കുന്നത്. Compare to function, compare two strings, return difference in their ASCII code. അപ്പോ ആ 32 എന്നുള്ളത് ക്യാപിറ്റലും സ്മോളും തമ്മിലുള്ള വ്യത്യാസം. ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും തമ്മിലുള്ള വ്യത്യാസമാണ് 32. 26 ആണ്, പക്ഷെ 6 സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് വേറെ ഇടയ്ക്ക് കിടപ്പുണ്ട്, അതുകൊണ്ടാണ് 32 ആകുന്നത്. 8A 4, 7, 9. അതായത് അവിടെ ഒരു കോമയാണ് വേണ്ടത്, സെമിക്കോളൻ അല്ല. ഇത് ലെങ്ത് എത്രയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1, 2, 3, 4, 5, 6, 7. അതാണ് അതിന്റെ ലെങ്ത്. അവിടെ ഒരു സെമിക്കോളം കിടപ്പുണ്ട്, അത് കോമയാക്കുക. ഇവിടെ സെമിക്കോളൻ ഉണ്ടെങ്കിൽ സിന്റാക്സ് കാണിക്കും. It contains 7 elements. 4, 7, 9, 66, 72, 0, 16, 7. 7. നമ്മളവിടെ 0 എന്ന് പറഞ്ഞ് എണ്ണണ്ട. ആ ലെങ്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 0 എന്ന് പറഞ്ഞല്ല എണ്ണണ്ട. 1, 2, 3 ഇൻഡെക്സിന്റെ കേസിൽ മാത്രമേ 0 വരുള്ളൂ. ഇനിയും നെയിം ദ ഫോളോയിങ്. വാട്ട് ഈസ് ആൻ ഇൻസ്റ്റൻസ് ഓഫ് എ ക്ലാസ് കാൾ? ഇത് പറയുന്ന ഓബ്ജക്ട്. ഒരു ക്ലാസിന്റെ ഇൻസ്റ്റൻസ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞു ഓബ്ജക്ട്. ഇവിടെ ആൻസർ അങ്ങനെ കൊടുക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. റൈറ്റ് ദ വാല്യൂ ഓഫ് n ആഫ്റ്റർ എക്സിക്യൂഷൻ. അപ്പൊ അവിടെ CHD ആണ്. അവിടെ ഡിയുടെ ആസ്കി വാല്യൂ നമുക്ക് അറിയണം. അതിന്റെ കൂടെ 5 കൂടെ കൂട്ടണം, 105. അപ്പൊ ഡിയുടെ ആസ്കി വാല്യൂ 100 ആണ്. 100ഉം 5ഉം കൂടെ കൂട്ടി 105. എനിക്ക് തോന്നുന്നു അത് അണ്ടർസ്റ്റാൻഡബിൾ ആണെന്ന് തോന്നുന്നു. ആസ്കി വാല്യൂസ് നോക്കിയിട്ടാണ്. ആസ്കി വാല്യൂസിന്റെ ടേബിള് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് പ്രോഗ്രാംസ് ആണ്. ഇതില് നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കി ആൻസർ എഴുതാവുന്നതാണ്. ക്ലാസിന്റെ പേര് സ്റ്റുഡന്റ് എന്ന് കൊടുത്തു. അതില് നെയിം ഓഫ് സ്റ്റുഡന്റ് ആണെങ്കിൽ ക്യാരക്ടർ അറേ കൊടുത്തു, ആ സ്ട്രിങ് കൊടുത്തു, ഏജ് ആണ് ഇന്റിജർ കൊടുത്തു, മാർക്സിന് ഇന്റിജർ കൊടുത്തു. സ്ട്രീമിനും സ്ട്രിങ് കൊടുക്കാം. സ്ട്രീം എന്നാണ് ഉദ്ദേശിക്കുന്നത് സയൻസ്, കോമേഴ്സ് അങ്ങനെയുള്ള. അതാണ് അവിടുത്തെ സ്ട്രീം എന്ന് പറഞ്ഞ അർത്ഥം. അപ്രോപ്രിയേറ്റ് ഡേറ്റ ടൈപ്പ് കൊടുക്കാനാണ്. പിന്നെ 2 മെത്തേഡ് ഉണ്ട്. അതിനകത്ത് നമ്മൾ പ്രിന്റ് ലൈൻ കൊടുത്ത് നെയിം ചോദിക്കും, എന്നിട്ട് നെയിം അക്സെപ്റ്റ് ചെയ്യും, ഏജ് അക്സെപ്റ്റ് ചെയ്യും, മാർക്ക് അക്സെപ്റ്റ് ചെയ്യും. എന്നിട്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഗ്രേറ്റർ ദാൻ 300 എന്ന് പറയും 300 മേളിലുള്ളത് എല്ലാം എടുക്കും. എന്നിട്ട് അവർക്ക് സയൻസ് ആൻഡ് കമ്പ്യൂട്ടർ കൊടുക്കും. 200-നും 300-നും ഇടയ്ക്കാണെങ്കിൽ കോമേഴ്സ് ആൻഡ് കമ്പ്യൂട്ടർ. അപ്പൊ 200-നും 300-നും ഇടയ്ക്കുള്ളത് മാത്രമേ വരുത്തുള്ളൂ. 300-ന് താഴെയുള്ളത്, 300-നും 300-നും മേലുള്ളതും സയൻസ് ആൻഡ് കമ്പ്യൂട്ടർ.
അത് അങ്ങനെ ഒരു ടേബിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. 75 200 ഇടയ്ക്ക് ആർട്സ് ആൻഡ് അനിമേഷൻ ആണ്. 75 താഴെയാണെങ്കിൽ ഒന്നും കൊടുക്കുന്നില്ല. അതെ, ട്രൈ അഗെയിൻ എന്നാ പറഞ്ഞത്. അപ്പോ എന്നിട്ട് ഇതെല്ലാം പ്രിന്റ് ചെയ്യുകയും ചെയ്യും. അതാണ് ഇവിടെ ചെയ്യുന്നത്. നമുക്ക് ഈ പ്രോഗ്രാം ഒന്ന് നോക്കാം. സ്റ്റുഡന്റിന്റെ ക്ലാസ് എന്നാണ് സ്റ്റുഡന്റിന്റെ പേര്. അതിനകത്ത് ഒരു നെയിം ഉണ്ട്, ഏജ് ഉണ്ട്, മാർക്ക്. എന്നിട്ട് നെയിമും ഏജും മാർക്കും ചോദിക്കും അല്ലെ. സ്കാനർ എസ് സി എന്ന് പറഞ്ഞാൽ, സ്കാനർ എന്ന് പറഞ്ഞാൽ ഒരു ബിൽറ്റ് ഇൻ ക്ലാസ് ആണ്. അതിൽ നിന്ന് പറഞ്ഞ എസ് സി എന്ന് പറഞ്ഞ ഒരു ഓബ്ജക്റ്റ് ഉണ്ടാക്കി എസ് സി വെച്ച് നമ്മൾ ആ ഇടയ്ക്കൊരു എല്ല് പ്രിന്റ് ചെയ്തിട്ട് അവിടെ വേണ്ട സെമിക്കോളനാ. എസ് സി വെച്ച് എസ് സി നെക്സ്റ്റ് ലൈൻ വെച്ച് നെയിം എടുക്കും. ആ നെയിമിനിടയ്ക്കുള്ള സ്പേസും എടുക്കും. അത് ഇപ്പോ ഡൊണാൾഡ് ട്രംപ് എന്നുള്ളതാണെങ്കിൽ ഡൊണാൾഡ് സ്പേസ് ട്രംപ് അത് എടുക്കും അവിടെ. അല്ലെങ്കിൽ സാധാരണഗതിയിൽ ആ നെക്സ്റ്റ് ലൈൻ അല്ലായിരുന്നെങ്കിൽ ഡൊണാൾഡ് കഴിഞ്ഞ് ട്രംപ് പറഞ്ഞ് എടുക്കത്തില്ല. എൻ്റർ ഏജ് എടുക്കും. മാർക്ക് ഡബിൾ ആണ്, ദശാംശം. അതായത് 10.5 മാർക്ക്, 10.25 മാർക്ക്, 9.25 മാർക്കും ഒക്കെ എൻട്രി ചെയ്യണം. ഡബിൾ ആണത്. എന്നിട്ട് 300 300 മേളിലോ ഉള്ളതാണെങ്കിൽ സ്ട്രീം എന്ന് പറയുന്നത് സയൻസ് ആൻഡ് കമ്പ്യൂട്ടറിന് കൊടുക്കും. അപ്പം 300 മേളിലുള്ളതെല്ലാം കഴിഞ്ഞു. ഇനിയും അവശേഷിക്കുന്നത് 250 താഴോട്ടുമാണ്. അതിൽ നമ്മൾ 200 200 മുകളിലോട്ട് നോക്കുക. അപ്പോൾ 299 മുതൽ 200 വരെയുള്ളതെല്ലാം കൂടെ കമ്പ്യൂട്ടർ ആൻഡ് കോമേഴ്സ് ആൻഡ് കമ്പ്യൂട്ടർ ആണ്. അപ്പൊ അവിടം വരെ കഴിഞ്ഞു. ഇനി 199 നമ്മൾ നോക്കാം. അപ്പൊ 75 199 ഇടയ്ക്കുള്ളതെല്ലാം നമ്മൾ ആർട്സ് ആൻഡ് അനിമേഷൻ പറയും. 75 താഴെയുള്ളവര് നമ്മൾ ട്രൈ അഗെയിൻ എന്ന് പറഞ്ഞാൽ അവർ ജയിച്ചായിട്ട് പരിഗണിക്കുന്നില്ല, അഡ്മിഷൻ കൊടുക്കുന്നില്ല. അതാണ് ട്രൈ അഗെയിൻ. എന്നിട്ട് നമ്മൾ ആ പ്രിന്റ് വെച്ചിട്ട് നെയിമും ഏജും സ്ട്രീമും മാർക്ക് പ്രിന്റ് ചെയ്യും. ഇവിടെ ആ സ്ട്രീം പ്രോഗ്രാം കണ്ടുപിടിച്ചിട്ടാണ്, ലോജിക്ക് ചെക്ക് ചെയ്തിട്ടാണ് സ്ട്രീം കൊടുക്കുന്നത്. ഇത് ശരിക്കും പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിനിലാണ് പ്രോഗ്രാം തുടങ്ങുന്നത്. സ്റ്റുഡന്റ് എന്ന് പറഞ്ഞ ക്ലാസ്സിന് എസ് എന്ന് പറയുന്ന ഓബ്ജക്റ്റ് ഉണ്ടാക്കി എസ് അക്സെപ്റ്റ് എന്ന് പറയുമ്പോൾ മുകളിലത്തെ മെത്തേഡ് വിളിക്കും ആക്സെപ്റ്റ് ചെയ്യാനായിട്ട്. അലോക്കേഷൻ എന്ന് പറയുമ്പോൾ ആ പ്രോസസ്സ്, അതായത് ഗ്രേറ്റർ ദാൻ 300 ആണ്, 200-നും 300-നും ഇടയ്ക്കാണോ, 75-ന് മുകളിലാണ്, അതെല്ലാം ചെക്ക് ചെയ്യുന്നതാണ് അലോക്കേഷനിലുള്ളത്. എന്നിട്ട് അത് പ്രിന്റ് ചെയ്യുന്നതാണ് പ്രിന്റ് ഫംഗ്ഷനിലുള്ളത് അല്ലേ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത് ഡിഫൈൻ എ ക്ലാസ് ടു അക്സെപ്റ്റ് 10 ക്യാരക്ടേഴ്സ് ഫ്രം എ യൂസർ. യൂസറിന്റെ കയ്യിൽ നിന്ന് 10 ക്യാരക്ടർ അക്സെപ്റ്റ് ചെയ്യും യൂസിങ് ബബിൾ സോർട്ട്. ബബിൾ സോർട്ട് ആണ് അവിടെ ഉപയോഗിക്കുന്നത്. അറേഞ്ച് ദം ഇൻ അസെൻഡിങ് ഓർഡർ. സോർട്ടഡ് അറേസ് ഡിസ്പ്ലേ ദ സോർട്ടഡ് അറേ ആൻഡ് ഒറിജിനൽ അറേ. അപ്പോ സോർട്ട് ചെയ്തത് കാണിക്കണം, ഒറിജിനൽ അറേയും കാണിക്കണം. ഇവിടെ ബബിൾ സോർട്ട് ആണ്. ബബിൾ സോർട്ട് തൊട്ടടുത്താണ് അരേ ജെ. നമ്മൾ തൊട്ടിപ്പുറത്തുള്ളത് വലുതാണെങ്കിൽ നമുക്ക് ഈ അസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതിൽ നിന്ന് മുകളിലോട്ടാണ് പോകുന്നത്. അപ്പൊ തൊട്ടിപ്പുറത്തുള്ളത് വലുതാണെങ്കിൽ അത് അസെൻഡിങ് ആവില്ല, അടുത്തിപ്പുറത്ത് വെക്കണം. അതാണ് ആ ഒരു സാപ്പിംഗ് ആണ് ചെക്ക് ചെയ്യുന്നത്. അതായത് ഇപ്പുറത്തുള്ള വലുതാണോ, വലുതാണെങ്കിൽ അവിടെ നിൽക്കുന്നതിന് ഇപ്പുറത്തുള്ളത് ടെമ്പിലാക്കി എന്നിട്ട് വലതുവശത്തുള്ള എടുത്ത് ഇടതുവശത്ത് വെച്ചു. എന്നിട്ട് നേരത്തെ ടെമ്പിൽ വെച്ചിരുന്ന എടുത്ത് അരേ ജയിൽ വെച്ചു. അത് സ്നാപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. അതിൽ ആ പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മീനിൽ 10 ക്യാരക്ടേഴ്സ് എൻ്റർ ചെയ്യാൻ പറയും. അരയിലാണ്. എന്നിട്ട് അത് ബബിൾ സോർട്ടിന് മുമ്പുള്ള അരയെ കാണിക്കും, ബബിൾ സോർട്ട് കഴിഞ്ഞുള്ള അരയെ കാണിക്കും. അതാണ് ആ ചോദ്യം. ആ പ്രോഗ്രാം ചെയ്യുന്ന പ്രോഗ്രാം പഠിക്കുക. ബബിൾ സോർട്ട് ആണ് സംഭവം. ഓരോ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യും. 5 ഉണ്ടെങ്കിൽ അത് 4 പ്രാവശ്യം അത് ആ ആദ്യം മുതൽ അവസാനം വരെ പോകും. അതാണ് അവിടെ ചെയ്യുന്നത്. ഇതൊരു മെട്രിക്സ് ആണ്.
മെട്രിക്സ് ആയിട്ട് സ്റ്റോർ ചെയ്യല്ല, പ്രിന്റ് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു ഫോർ ലൂപ്പിനുള്ളിൽ വേറൊരു ഫോർ ലൂപ്പ് വേണം. ഇവിടെ നമുക്ക് പറയാനുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ഈ അകത്തെ ഫോർ ലൂപ്പ് ആ പുറത്തെ ഐ പ്രിന്റ് ചെയ്താൽ മതി. അകത്തെ ഫോർ ലൂപ്പ് തീരുന്ന വരെ 1 1 1 എന്നാകും. പിന്നെ ഐയുടെ വാല്യൂ 2 ആകുമ്പോൾ അകത്തെ ഫോർ ലൂപ്പിൽ വന്നു 2 2 2 2. പിന്നെ 3 ആകുമ്പോൾ പിന്നെ അകത്തെ ഫോർ ലൂപ്പിൽ വന്നു 3 3 3 പ്രിന്റ് ചെയ്യും. അങ്ങനെ 5 വരെ പ്രിന്റ് ചെയ്യും. അതാണ് കാര്യം. പിന്നെ ഒരു ലീഡ് നമ്പർ ആണ്. അത് ഓഡ് ഈവനും കൂടെ ചെക്ക് ചെയ്യണം. നമ്മൾ ഓഡ് ഈവനും ചെക്ക് ചെയ്യാൻ ഒരു പെർസെൻറ്റേജ് 2 ഉപയോഗിക്കും. അത് ഈക്വൽ ടു 0 ആണെങ്കിൽ നമ്മൾ ആ ഓഡ് കൂട്ടും. അത് പെർസെൻറ്റേജ് 0 അല്ലെങ്കിൽ ഈവൻ കൂട്ടും അതിന്. അങ്ങനെയാണ്. അങ്ങനെ അപ്പോൾ ഇത് പാരാമീറ്റർ ഉള്ള മെത്തേഡാണ്, മറ്റത് പാരാമീറ്റർ ഇല്ലാത്തതാണ്. രണ്ടിന്റെ പേര് ഒന്നാണ്. അതുകൊണ്ട് നമുക്ക് ഫംഗ്ഷൻ ഓവർലോഡിംഗ് എന്നാ പറയുന്നത്. അല്ലെ, ഇത് ഫംഗ്ഷൻ ഓവർലോഡിംഗ് ആണ്. ഒരു ഫംഗ്ഷൻ ചെയ്യുന്നത് ഒരു ഒരു മെട്രിക്സ് പ്രിന്റ് ചെയ്ത് കാണിക്കുന്നു. അപ്പോ മെട്രിക്സ് പ്രിന്റ് ചെയ്ത് കാണിക്കുന്നതാണ് ഈ പ്രോഗ്രാം. ആദ്യത്തെ PRMT ക്ലാസ്സിലെ ആ വോയിഡ് പ്രിന്റ് എന്ന് പറയുന്ന പാരാമീറ്റേഴ്സ് ഇല്ല. 2 ഫോർ ലൂപ്പ് ഉപയോഗിച്ചിട്ടുണ്ട്. എന്നിട്ട് ഐയുടെ വാല്യൂ പ്രിന്റ് ചെയ്യുന്നത്. അകത്തെത്തുമ്പോൾ ഐയുടെ വാല്യൂ 5 പ്രാവശ്യം പ്രിന്റ് ചെയ്യും. ആദ്യം 1 ആണ്, 1 5 പ്രാവശ്യം പ്രിന്റ് ചെയ്യും. 2 ആണ്, 2 5 പ്രാവശ്യം പ്രിന്റ് ചെയ്യും. അതാണ് ആ ഫസ്റ്റ് പാർട്ട്. ഇനി പാരാമീറ്റർ ഉള്ളതിൽ എങ്ങനെയാ? അത് ഒരു നമ്പർ എടുക്കും, എന്നിട്ട് അത് ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് നോക്കും. അത് മാത്രമേ എടുക്കത്തുള്ളൂ. അത് പെർസെൻറ്റേജ് 10 ആ നമ്പറിനെ വെച്ചാൽ നമുക്ക് ഓരോരോ നമ്പറായിട്ട് എടുക്കണം. നമ്പർ നമ്മളിപ്പോ 4679 എന്ന് പറഞ്ഞാൽ ഓരോരോ നമ്പറായിട്ട് നമുക്ക് എടുക്കണം. എന്നിട്ട് അപ്പൊ അതിലാ നമ്പർ പെർസെൻറ്റേജ് 2 ഈക്വൽ ടു 0 വരുന്നതൊക്കെ ഈവൻ ആയിരിക്കും, അല്ലാത്തതൊക്കെ ഓഡായിരിക്കും. എന്നിട്ട് അതിന്റെ ഓഡ് ഈവന് പ്രിന്റ് ചെയ്യും. ഇവിടെ പാസ് ചെയ്യുന്ന 1542 അതില് 5 1 6 4 2 6. അത് ലീഡ് നമ്പറാ. ആ നമ്പർ 5 1 ഒറ്റ സംഖ്യയാണ്, 4 2 ഇരട്ട സംഖ്യ. അപ്പൊ അത് ലീഡ് നമ്പറാ. ലീഡ് നമ്പർ കണ്ടുപിടിക്കുന്ന ലോജിക്ക് അവിടെ കൊടുത്തു. അടുത്തത് കപിൽ ദേവ് at 83. ഇവിടെ നമുക്ക് കിട്ടേണ്ടത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കപിൽ ദേവ് എന്ന് പറയുന്നത് ആൽഫബറ്റ്സ് 8 ആൽഫബറ്റ്സ് ഉണ്ട്. സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഹെക്സിംബല. ഇതിന് 2 സംഖ്യയുണ്ട്. നമുക്ക് നോക്കാതെ എങ്ങനെയാ ചെയ്യുന്നതെന്ന്. ഇതില് സ്ട്രിങ്ങില് AL_STR അതില് സ്മോൾ ലെറ്റർ എ മുതൽ സ്മോൾ ലെറ്റർ Z വരെ, അല്ലെങ്കിൽ ഞാൻ ആ ഈഫ് കണ്ടീഷൻ ആണ് പറയുന്നത്. ഫോർ ലൂപ്പിനകത്തെ ക്യാപിറ്റൽ എ മുതൽ ക്യാപിറ്റൽ Z വരെ ആണെങ്കിൽ ആൽഫ കൂട്ടും. അത് 0 നും 9 ഇടയ്ക്കാണെങ്കിൽ ഡിഗ്രി കൂട്ടും. ഇത് രണ്ടും അല്ലെങ്കിൽ സ്പെഷ്യൽ കൂട്ടും. അതാണ് ആ പ്രോഗ്രാം ചെയ്യുന്നത്. എന്നിട്ട് അതെല്ലാം അത് 3 പ്രിന്റ് ചെയ്യും. ഇവിടെ തുടക്കത്തിൽ എന്താ ഉള്ളത്? ഒരു ക്ലാസ് കൗണ്ട് ആൽഫബറ്റിക് ഡിജിറ്റ് സ്പെഷ്യൽ അതെല്ലാം കൂടെ ചേർത്തിട്ട് ഒരു പേര് കൊടുത്തിരിക്കുക. ആൾ ഡിസ്പ്ലേ സ്ട്രിങ് എന്ന് പറഞ്ഞൊരു സ്ട്രിങ്, ആൽഫ എണ്ണാൻ ആൽഫ, ഡിജിറ്റൽ എണ്ണാൻ ഡിജി, സ്പെഷ്യൽ എണ്ണാൻ SPL. അതാണ് ആ 3 വേരിയബിൾ. മൊത്തം 4 വേരിയബിൾ ഉണ്ട് അവിടെ. ആൽഫയും ഡിജിറ്റും സ്പെഷ്യലും എല്ലാം കൂടെ 0 ആക്കി. എന്നിട്ട് ആൽഫ ന്യൂമറിക് സ്പെഷ്യൽ സ്ട്രിങ് എൻ്റർ ചെയ്യാൻ പറഞ്ഞു. നമ്മളിവിടെ എൻ്റർ ചെയ്യുന്നത് ആൽഫബറ്റും സ്പെഷ്യൽ ക്യാരക്ടേഴ്സും നമ്പറും ഉള്ള ഒരെണ്ണമാണ്. അതൊരു ഫോർ ലൂപ്പിൽ ഇട്ടിട്ട് എ മുതൽ Z വരെ ഉണ്ടോ, ക്യാപിറ്റൽ എ മുതൽ Z വരെ ഉണ്ടോ ആൽഫയിൽ കൂട്ടും. അത് 0 മുതൽ 9 വരെയാണ് ഡിജിറ്റൽ കൂട്ടും. അതൊന്നും അല്ലെങ്കിൽ സ്പെഷ്യലിൽ കൂട്ടും. എന്നിട്ട് അത് പ്രിന്റ് ചെയ്യും. അതാണ് ആ പ്രോഗ്രാം ചെയ്യുന്നത്. സംശയം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, വാട്സപ്പിൽ പറയുക. വാട്സപ്പ് നമ്പർ ഞാൻ കൊടുത്തു.
അത് പറയാം. അടുത്തത് ഡിഫൈൻ എ ക്ലാസ് accept into an array double size 20. Accept a double value from the user and search in the array using linear search. ഇവിടെ ലീനിയർ സെർച്ച് ആണ്. 20 എലിമെന്റ്സ്. അപ്പോ ലീനിയർ സെർച്ചിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ആദ്യം മുതൽ അവസാനം വരെ നോക്കും. 0 കിട്ടിയെന്ന് പറയും, 1 കിട്ടിയെന്ന് പറയും, എന്നിട്ട് നിർത്തും. 2 കിട്ടിയിട്ട് നിർത്തും, അവസാനം വരെ പോകും. ചിലപ്പോൾ അത് കിട്ടുന്ന അവസാനമായിരിക്കും, അപ്പോൾ അവിടം വരെ പോകും. അതായത് എല്ലാ സെല്ലും ആ സിംഗിൾ ഡയമെൻഷൻ അറേയിലെ ചെക്ക് ചെയ്യും ലീനിയറിന്. നമുക്കറിയാവുന്ന മറ്റൊരു ടെക്നിക്കാണ് ബൈനറി സെർച്ച്. അവിടെ എങ്ങനെ അതിന് പകുതിക്ക് ചെക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് സ്റ്റെപ്പ് എല്ലാം റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ എല്ലാം ചെക്ക് ചെയ്യുന്നുണ്ട്. കിട്ടും, ഉണ്ടെങ്കിൽ കിട്ടും, അല്ലെങ്കിൽ ഇല്ല എന്ന് പറയും. അതാണ് ഈ നോട്ട് ഫൗണ്ട് നമ്മൾ പറഞ്ഞത്. അപ്പോ ഇവിടെ ഒരു എൻ്റർ നമ്പർ ഓഫ് എലിമെന്റ്സ്, അത് നമ്മൾ 20 കൊടുക്കും. അത് 20 വരെ പോവും. എന്നിട്ട് ആ വാല്യൂസ് എല്ലാം അത് ക്യാരക്ടർ അല്ലേ, ഇൻഡിജേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഏത് വാല്യൂ കണ്ടുപിടിക്കേണ്ടതെന്ന് ചോദിക്കും. അരയില് ഓരോന്ന് എടുക്കും. അതാണ് സി ചെയ്യുന്നത്. 0 എടുക്കും. 0 എന്ന് പറഞ്ഞാൽ 0th ലൊക്കേഷനിലുള്ള വാല്യൂ, അത് സെർച്ചിലുള്ള വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്യും. അവിടെ 2 ഈക്വൽ ടു വേണ്ട, ഒരു ഈക്വൽ ടു പറ്റില്ല. അവിടെ ഒരു ഈക്വൽ ടു കൊടുത്തിട്ടുണ്ട്. ഒരു ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ അസൈൻമെന്റ് ഓപ്പറേറ്റർ നമുക്ക് വേണ്ട ഇക്വാലിറ്റിയാണ്. അപ്പുറം ഇപ്പുറം ശരിയാണോ നമ്മൾ. അത് ഒരു +1 C+1 എഴുതിയിരിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ 0th ലൊക്കേഷൻ 1 അങ്ങനെയല്ലേ പോകുന്നത്. നമ്മൾ ശരിക്കും എണ്ണുമ്പോൾ ഒന്നും കൂടണ്ടേ, അതിനു വേണ്ടിയാണ് +1 കൊടുക്കുന്നത്. അതേപോലെ തന്നെ താഴെയും C ഈക്വൽ ടു n എന്ന് വേണം. അത് അവിടെ ഈക്വൽ ടു n തന്നെ വേണം. ഒരു ഈക്വൽ ടു ഇട്ടാൽ അസൈൻമെന്റ് ഓപ്പറേറ്റർ. ഓക്കെ, അടുത്തത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ ചെയ്യുന്നത്? ഇൻപുട്ട് 2, 12, 4, 9. നമ്മൾ അതിനകത്ത് സിംഗിൾ ഡിജിറ്റ് എല്ലാം കൂട്ടും, ഡബിൾ ഡിജിറ്റ് എല്ലാം. അപ്പോൾ സിംഗിൾ ഡിജിറ്റ് കൂട്ടാൻ 0 മുതൽ 9 വരെയുള്ള സംഖ്യയാണെങ്കിൽ നമ്മൾ S1 കൂട്ടും. 10ഉം 10ന് മുകളിൽ 99 വരെയുള്ള നമ്പറാണ്, അതിനിടയ്ക്ക് വരുന്ന നമ്പർ ആണെങ്കിൽ അത് S2 കൂട്ടും. എന്നിട്ട് ആ കൂട്ടിയ S2 S1 പ്രിന്റ് ചെയ്യും. അതാണ് ഇവിടെ ചെയ്യുന്നത്. ബാക്കിയുള്ള പ്രോഗ്രാം വേരിയബിൾ ഇനിഷ്യലൈസേഷൻ അത് അക്സെപ്റ്റ് ചെയ്യുന്നു. ഐ തിങ്ക് ദിസ് എക്സ്പ്ലനേഷൻ ഈസ് ഓക്കെ. റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ വാട്സപ്പ് ആ ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പോൾ ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.